ഗ്രേറ്റ് പവറിനെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നത്? കാരണം ഇപ്പോഴുള്ള ഒരു വലിയ ഡിബേറ്റ് ആരാണ് ഇന്ന് ലോകത്തെ ഗ്രേറ്റ് പവേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. കാരണം 90-ൽ ഒരൊറ്റ ഗ്രേറ്റ് പവർ ഉള്ളതാണ്, 90-ന് ശേഷം അത് US ആയിരുന്നു. പക്ഷെ ഇന്ന് ചൈന അതിൻ്റെ ക്ലെയിം ഉന്നയിക്കുന്നു. ചിലർ പറയുന്നു, ഇപ്പോൾ ജോൺ മൈഷമറിനെ പോലുള്ളവർ പറയുന്നു റഷ്യയും ഒരു ഗ്രേറ്റ് പവർ തന്നെയാണെന്ന് പറയുന്നു, ഇപ്പോഴത്തെ റഷ്യ. സാർ എങ്ങനെയാണ് ഗ്രേറ്റ് പവറിനെ നിർവചിക്കുന്നത്? ഇതിൽ പല ഫാക്ടേഴ്സും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് മിലിറ്ററി പവർ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അത് വേണം. പക്ഷേ അതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇക്കണോമിക് കേപ്പബിലിറ്റി വേണം. അതുണ്ടെങ്കിലേ ഫോഴ്സ് പ്രൊജക്ഷൻ നടക്കാൻ പറ്റൂ പുറത്തേക്ക്. അപ്പോൾ സ്വന്തം അതിർത്തികൾക്കുള്ളിലല്ലാതെ വെളിയിലേക്ക് ഫോഴ്സ് പ്രൊജക്ഷനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഗ്രേറ്റ് പവർ എന്നും പറഞ്ഞു സാധാരണ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്, ഇന്ത്യ വളരെ പരാധീനതയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ദേശീയതയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ പൊക്കി കാണിക്കുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ലോകത്തിൽ, അത് നല്ലതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇത്ര വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതിൽ ഇന്ത്യക്ക് യാതൊരു റോളുമില്ല, ആരും ഇന്ത്യയും കൺസൾട്ട് ചെയ്യുന്നില്ല, അല്ലേ? അതാണ് ഇന്നത്തെ സ്ഥിതി. അതിൻ്റെ കാര്യം എന്താണ്? ഇന്ത്യയുടെ കേപ്പബിലിറ്റി വാസ്തവത്തിൽ ഇതാണ്. ഇന്ത്യക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തിയല്ല. അത് തൊട്ടടുത്ത് കിടക്കുന്നത്, നമ്മൾ പറയുന്നത് എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ് എന്നാണ് പറയുന്നത്, പശ്ചിമേഷ്യൻ പ്രദേശം. നമുക്ക് താല്പര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ താല്പര്യങ്ങളുണ്ട്. എത്രയാ? 10 മില്യൺ പീപ്പിൾ, 100 ലക്ഷം ഇന്ത്യക്കാർ അവർ താമസിക്കുന്നതാണ്. അവരുടെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതേ അക്കത്തിൽ തന്നെ എഴുതാൻ പറ്റും. കേരളത്തിലാണെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വലിയൊരു തൂണാണത്. അതൊക്കെയുള്ള ഏത് രാജ്യത്തിനാണ് ഇതിനെക്കാട്ടി കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതേ രീതിയിലുള്ള ഒരു പ്രദേശമാണ്. എന്നിട്ട് അവിടുത്തെ സർക്കംസ്റ്റാൻസസിനെയും അവിടുത്തെ നമ്മുടെ ഇതിന് തെറ്റുണ്ടായിട്ടുണ്ട്, അത് ഞാനത് പറയുന്നില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഇസ്രയേലുമായിട്ടുള്ള ഇത്ര അടുപ്പം മുസ്ലിം രാജ്യങ്ങളെ അത് എലിനേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മളത് ഫീൽ ചെയ്യുന്നു, നമ്മളത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഫോഴ്സ് പ്രൊജക്ഷൻ്റെ കാര്യം വരികയാണെങ്കിലും സ്വാധീനത്തിൻ്റെ കാര്യം വരികയാണെങ്കിലും താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയാവുന്നത് അതൊരു വലിയൊരു ടച്ച് സ്റ്റോണാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അങ്ങനെയുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ലോക പവർ എന്നുള്ളത്, വേൾഡ് പവർ എന്നുള്ള രീതിയിൽ ഗ്ലോബൽ പവർ, ഗ്രേറ്റ് പവർ എന്ന് പറയാൻ പറ്റും. ഇന്ത്യ ഗ്രേറ്റ് പവർ ആണ് ഒരു പ്രകാരത്തിൽ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ സിവിലൈസേഷണൽ കണ്ടൻറ്റ്. അത് ഇത്രയും സ്ഥായിയായിട്ട് പരമ്പരാഗതമായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു സംസ്കാരം, അത് ഒരു ഗ്രേറ്റ് പവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അമേരിക്കയ്ക്ക് വരുന്ന കണക്ക് 250 വർഷം പഴക്കമുള്ള ഒരു രാജ്യമാണ് അത്. അതിപ്പോൾ 5000 വർഷം പഴക്കമുള്ള ഒരു ഇറാനക്കടക്കമുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു സംഘട്ടനത്തിൽ കടന്നപ്പോൾ അവരവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുന്നു.